ഞാൻ നിന്നെ കണ്ടപ്പോ യേശു എന്നോട് പറഞ്ഞു, 1000 പ്രാവശ്യം മരിക്കാൻ നോക്കിയതാ നീ. പോലീസുകാരൻ കരുതല്ലേ അടിച്ചു. ആ കേസ് എന്തുവായി? പോലീസുകാരെ അടിച്ച കേസ്. ഈ അമ്മയ്ക്ക് 2 മക്കളും രക്ഷപ്പെട്ട് കാണണമെന്ന് മനസ്സിൽ ഭയങ്കര സന്തോഷമാണ്. പക്ഷെ ഈ പിള്ളേര് രക്ഷപ്പെട്ടു വരുന്നില്ല. ഇതിനെ കുറിച്ച് ഭയങ്കര സങ്കട. വീട് നിറച്ച പിടി തകർച്ചയാ. ഒട്ടും മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. തമ്പുരാൻ എന്നോട് പറയുക, ഇന്ന് രാവിലെ കൊച്ചു മാറും. ഇടവഴി വെച്ച് ഇവനെ വെച്ച് തകർത്ത് കളഞ്ഞ സകല ആധിപത്യങ്ങളും ഇന്ന് രാവിലത്തെ ആരാധനയെ പൊട്ടിപ്പോകും. ഞാൻ നിന്നെ കണ്ടപ്പോ യേശു എന്നോട് പറഞ്ഞു, 1000 പ്രാവശ്യം മരിക്കാൻ നോക്കിയതാ നീ. മരിക്കണ്ട മോനെ, മരിക്കണ്ട. നീ ജീവിക്കണം. നീ ജീവിക്കണമെന്ന ദൈവത്തിന് ആഗ്രഹമുണ്ട്. നമ്മൾ തമ്മിൽ ഒരു പരിചയവും ഇല്ല. ഉണ്ടോ? നീ എന്നെ ആദ്യമായിട്ട് കാണുക, ഞാൻ നിന്നെ ആദ്യമായിട്ട് കാണുക. പക്ഷെ എന്നെ നിന്നെ പരിചയമുള്ള ഒരാൾ ഇവിടെ വന്നിട്ടുണ്ട്. ആളിന്റെ പേര് യേശു എന്നാ. കർത്താവ് എന്നോട് പറയുക, ചെറുപ്പക്കാരൻ ഇന്ന് രാവിലെ രക്ഷപ്പെടാൻ പോവാ. ഈ അമ്മയുടെ കരച്ചിൽ കണ്ടോണ്ട് ദൈവം നിന്നെ തൊട്ടാ കേട്ടോ. ശരിക്കും ഞാനേ ഇവനെ കാണും. എടാ, ഇനിയും ആത്മഹത്യ ചെയ്യാൻ നോക്കരുത്, മരിക്കരുത്. നീ മരിക്കണ്ട. നിനക്ക് വേണ്ടി മരിച്ച ഒരാളുണ്ട്, അത് യേശുവാ. ഞങ്ങളുടെ ദൈവം നിനക്ക് വേണ്ടി മരിച്ചതാ. ആ തമ്പുരാൻ ഉയർത്തെഴുന്നേറ്റ് ഇന്ന് രാവിലെ നമുക്ക് വേണ്ടി ജീവിക്കുന്നുണ്ട്. അങ്ങനെ ഒരു നല്ല ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. എടാ കൊച്ചേ, മദ്യപാനം ഇന്ന് നമ്മൾ നിർത്തും. നിനക്ക് നിർത്താൻ പറ്റത്തില്ലെന്ന് എനിക്കറിയാം. എത്രാമത്തെ വയസ്സ് തുടങ്ങിയതാ? വളരെ കുഞ്ഞിലേ തുടങ്ങിയതാ അല്ലേ? അല്ലയോ? എടാ, ഈ അമ്മ ഒത്തിരി കരഞ്ഞു. 2 ആൺപിള്ളേര് അല്ലയോ? 2ഉം തലതിരിഞ്ഞ് നടക്കുക. ഒരുത്തൻ ജയിലിൽ, മറ്റോനും ജയിലിൽ. എത്ര പ്രാവശ്യം ജയിലിൽ പോയിട്ടുണ്ട്? 4 പ്രാവശ്യം. കേസിന്റെ വലിയ കൂമ്പാരമാണ്. എടാ, നിന്നെ ശരിക്കും ഞാൻ വന്ന് വിളിച്ചപ്പോഴേ കർത്താവിനെ കാണിച്ചെന്നറിയോ? നീ ആരെയും വകവെക്കത്തില്ല. ഉലകത്തിലൊരു മനുഷ്യനെ ഇല്ലയോ വെക്കോടാ? ഇല്ല. പോലീസുകാരൻ കരുത്തല്ലേ അടിച്ചു. ആ കേസ് എന്തുവായി? പോലീസുകാരെ അടിച്ച കേസ്. വാറണ്ടില്ല. നിങ്ങളുടെ രാമയും പറ. ഇവനെ ഞാൻ കാണുമ്പോ ഇതൊക്കെ കാണുവാ. അന്ന് വെള്ളം അടിച്ചായിരുന്നില്ലയോ? കൂട്ടുകാരുണ്ടായിരുന്നു, ചേട്ടനും ഉണ്ടായിരുന്നു. ചേട്ടനും അങ്ങ് അടിച്ചു, അവരും തിരിച്ചടിച്ചു. പിടിച്ച് ജയിലിൽ കൊണ്ടുപോയി. ആ കേസ് വാറണ്ടായിട്ട് കിടക്കുക. അമ്മ കൈ കിട്ടിയാൽ ആ വാശി നിന്നോട് തീർക്കും. സത്യമായിട്ടും അല്ലയോ? അതെ, സത്യം. പക്ഷെ യേശു എന്നോട് പറയുക, ഇന്ന് രാവിലെ നീ മാറാൻ പോവാ. നീ അടിമുടി ആള് മാറാൻ പോവാ. നിന്നെ നയിക്കുന്ന ഒരു ലഹരിയുണ്ട്. ഇന്ന് രാവിലെ നിന്റെ അകത്ത് തന്ന ലഹരിയുടെ കൈവശത്തെ എന്റെ ദൈവം ഇന്ന് രാവിലെ പൊട്ടിച്ചു കളയാൻ വേണ്ടി പോവാ. വിളിക്കാൻ പറ്റുന്ന ആളുകളെ കരമടിച്ച് യേശുവേ എന്നൊന്ന് വിളിക്കാൻ പറ്റുന്നവർ അധരമൊന്ന് തുറന്ന് നാവൊന്ന് ചലിപ്പിച്ച് യേശുവേ എന്നുറക്കി ഒന്ന് വിളിച്ച്. ഇവനെ നന്നാവണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ അവന് നന്നാവാൻ പറ്റുന്നില്ല. അവന് രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ അവൻ രക്ഷപ്പെടുന്നില്ല. ഈ അമ്മയ്ക്ക് 2 മക്കളും രക്ഷപ്പെട്ട് കാണണമെന്ന് മനസ്സിൽ ഭയങ്കര സന്തോഷമാണ്. പക്ഷെ ഈ പിള്ളേര് രക്ഷപ്പെട്ടു വരുന്നില്ല. കർത്താവ് എന്നോട് പറയുക, ഈ കുഞ്ഞുങ്ങൾ 2ഉം രക്ഷപ്പെടാൻ പോവാ. ഈ കുടുംബം രക്ഷപ്പെടാൻ പോവാ. ഇവരുടെ ജീവിതം മാറാൻ പോവാ. നിനക്ക് ശരിക്കും രക്ഷപ്പെടണമെന്നില്ലേ? മാറ്റണമെന്നില്ലേ? ഉണ്ട്. അതിന് ദൈവം നിന്നെ സഹായിക്കും. ഞങ്ങൾ നിന്നെ സഹായിക്കും. നീ ഇന്ന് യേശുവിനെ കൊണ്ട് ഇവിടുന്ന് പോകത്തുള്ളൂ. എനിക്ക് 2 കാര്യങ്ങൾ ചെയ്തു തരണം. ഈ കഴുത്ത നീ സാധനം അഴിച്ചു തരണം. ഇതഴിച്ചു തരണം. ഇതെടുത്ത് ഊരി തരണം. പൊട്ടിച്ചെന്നാ മതി. എന്തുവാ അത്? മാല 2 ഊരി തരണം. പൊട്ടിച്ചോടെ. ഇനിയും തരത്തില്ല, തിരിച്ചു തരത്തില്ല. പൊട്ടിച്ചോ. ആ ഗിഫ്റ്റൊക്കെ നീ എനിക്കതാ. പൊട്ടിച്ചോ. നീ പകുതി രക്ഷപ്പെട്ടു. മറ്റൊരു ഇനി ഇടണ്ട.
ഒരു ലഹരി ഉപയോഗിക്കണ്ട. തിരിച്ചെന്ന് വീട്ടിൽ ചെല്ലുന്ന ഒരു അത്ഭുതത്തോടായിരിക്കും. നിന്റെ എല്ലാ കേസും എഴുതിത്തള്ളും. നീ ഒരു ആത്മികനായിട്ട് മാറും. നിന്റെ ഗ്യാങ്ങിലെ പല കുട്ടികളും യേശുവിനെ സേവിക്കുന്നവരായിട്ട് മാറും. ഈ മൂത്തവനെ എപ്പോഴാ പോലീസുകാർ കൊണ്ടുപോയെ? മിനിങ്ങാന്ന്. വിട്ടിട്ടില്ല. അവരെ കേസ് ചാർജ് ചെയ്തിട്ടുണ്ട്, FIR എഴുതിയിട്ടുണ്ട്. എന്നോട് കർത്താവ് പറയുന്നേ, നിന്റെ 2 മക്കളെ കൊണ്ട് നീ അനുഭവിക്കരുത്. അതിനുവേണ്ടി നിനക്കെതിരെ കെട്ടിയ കെട്ടായത്. നിന്റെ ഒരു മോൻ പുറത്തിറങ്ങുമ്പോൾ മറ്റോൻ ജയിലിലാവും. ഇതാ ഇതുവരെ നടന്നുകൊണ്ടിരുന്ന സത്യ. 13 കൊല്ലമായി ഈ അമ്മ ഇത് സഹിക്കാൻ തുടങ്ങിയിട്ട്. എന്നോട് ദൈവം പറയുക, ഇന്ന് രാവിലെ ഇതിന് അറുതി വരാൻ തുടങ്ങുക. നിന്റെ ഭർത്താവ് മരിച്ചു പോയതാ. നിന്റെ ഭർത്താവിനെ കൊന്ന ശക്തി നിന്റെ ഈ മോനെ കൊല്ലം കയറി വന്ന യേശു എന്നോട് പറയുക, ഇവൻ ദൈവത്തിന്റെ സാക്ഷിയായി മാറും. യേശുവിന്റെ നാമത്തെ ഉയർത്തുന്ന ആളായിട്ട് മാറും. അവന്റെ പേരിഷ്ടമല്ല, അവന്റെ വീട് ഇഷ്ടമല്ല, അവൻ ആരെ ഇഷ്ടമല്ല. നിനക്ക് നിന്നെ ഇഷ്ടമല്ല. ശരിക്കും സത്യല്ലേ? ഇഷ്ടമല്ല, ശരിക്കും ഇഷ്ടമല്ല. അതിന് എടാ എത്ര പ്രാവശ്യം ആത്മഹത്യക്കാൻ ശ്രമിച്ചു? 60 പ്രാവശ്യം. അയ്യോ, നിങ്ങൾ കൈ കണ്ടേ പ്രിയരെ? എന്നോട് യേശുവൻ മരിക്കാൻ ശ്രമിച്ചു. ഈ കൈ ഇത് ചുമ്മാ ഉള്ള വരയിലല്ല കേട്ടോ. ഈ കഴുത്തൊക്കെ വരച്ചാണോ? എടാ, കെട്ടി തൂങ്ങിയിട്ട് കയറ് പൊട്ടിപ്പോയോ? ചാവാൻ കെട്ടി തൂങ്ങിയാണോ? നിങ്ങൾ കണ്ടോ? വയസ്സ് 25 ഉള്ളു കേട്ടോ. എടാ, ഇനി നമ്മൾ ചാവത്തില്ല. അവനൊരു ബൈബിള് കൊടുക്കണം എൻ്റെ വകയായിട്ട്. എടുത്തോണ്ടോ. ഞങ്ങളെ ലൈവിൽ കാണുന്നവര് കേട്ടോ, ഞങ്ങള് എലോഹീം ചെയ്യുന്ന എങ്ങനാ? ചാവാൻ വരുന്നവനെ ജീവിപ്പിച്ചു വിടും. വടിവാളെടുത്തോനെ യേശുവിന്റെ ആളാക്കി മാറ്റും. മോനെ, ഇനിയും ഒരധികാരികളെ തല്ലരുത്, ഒരു പോലീസുകാരൻ തല്ലരുത് കേട്ടോ. നിന്റെ പ്രശ്നം നിനക്ക് ഭയങ്കര ദേഷ്യ. കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഭ്രാന്താ നിനക്ക്. സത്യമില്ലൂടാ. പോലീസുകാരെയൊക്കെ തല്ലണ എന്നാ ധൈര്യമാണെന്ന് നിങ്ങൾ വിചാരിച്ചേ? അത് ശരിക്കും ധൈര്യമല്ല, പിശാച ആന്നടാ. ശരി, ഇത് എൻ്റെ വകയായിട്ട് നിനക്ക് തരുവാ. എനിക്ക് തരാൻ വേറെ ഒന്നുമില്ല. ഉണ്ടെ തന്നെ. ശരിക്കും ഞാൻ എൻ്റെ ഉടുപ്പൊക്കെ ഊരി ആളുകൾക്ക് കൊടുത്തിട്ടുണ്ട്. ശരിക്കും എനിക്ക് നിന്നെ കാണുമ്പോൾ ഭയങ്കര സ്നേഹമാണ് കേട്ടോ. നിന്റെ അച്ഛൻ ചത്തുപോയതാ മോനെ. നിന്റെ വീട്ടിൽ ശരിക്കും 3 മരണമാണ് എഴുതിയേ. 1 നീ, 2 ആദ്യം നിന്റെ അച്ഛൻ, 2 നീ, 3 നിന്റെ സഹോദരൻ. ഈ 3 പേരെയും പിശാച് കൊന്നു കളഞ്ഞേനെ. അതിനുള്ള നിന്റെ അമ്മ ഒറ്റക്കാക്കണം. ഇതാ പിശാചിന്റെ പ്ലാൻ. പക്ഷെ ഇന്ന് രാവിലെ ഞങ്ങൾ ആ പ്ലാൻ പൊട്ടിച്ചു കളയാൻ പോവാ. എടാ, ഒരു ചോദ്യം. നിനക്ക് മദ്യമില്ലാതെ ജീവിക്കാൻ ദൈവം കൃപ തരും. പക്ഷെ നീ ഞങ്ങളുടെ കൂടെ നിൽക്കണം. നിൽക്കുമല്ലോ. എവിടാ നിങ്ങളുടെ വീട്? കോഴിക്കോട്. എന്താ സ്ഥലം? എവിടെടാ? തിരൂര്, മലപ്പുറം. എനിക്ക് ശരിക്കും അറിയത്തില്ല കേട്ടോ. തിരൂര്. സ്വന്തമായിട്ട് വീടൊന്നുമില്ല അല്ലേ? ഒന്നുമില്ല സ്വന്തമായിട്ട്. നമുക്കിവനെ കൊണ്ടുപോയാലോ? എൻ്റെ കൂടെ പോന്നോ? നിന്നെ ഞാൻ നോക്കിക്കോളൂ. എൻ്റെ ഉടുപ്പൊക്കെ തരുവാടാ. കുഞ്ഞെ, ഈ ബൈബിള് ഗിഫ്റ്റായിട്ട് തരുവാ. യേശു നിന്റെ അകത്ത് വരും. ഞാൻ നിന്നെ നീ കെട്ടിത്തൂങ്ങിയെന്നൊക്കെ ചോദിച്ച ചുമ്മാ ചോദിച്ചല്ല കേട്ടോ. ശരിക്കും നിന്നെ വിളിക്കുമ്പോ എൻ്റെ കൺമുമ്പിൽ കണ്ടതാ. അന്ന് ആ കെട്ടിത്തൂങ്ങിയ അവസ്ഥയില്ലേ, അന്ന് നീ ചത്തേനെ. ഒരാൾ കണ്ട് നിന്നെ പൊക്കിയെടുത്ത് കട്ട് ചെയ്ത് താഴെ ഇട്ട. സത്യ അല്ലോടാ. അതുകൊണ്ടാണ് നീ ജീവിച്ചിരിക്കുന്നത്. ഈ തിരുവുന്ന് ഇവിടെ വരണമെന്ന് ദൈവത്തിന് പ്ലാൻ ഉണ്ട്. ഹല്ലേലൂയ. നമ്മൾ ഇന്നോട്ട് കുടി നിർത്തുന്നു. പറ. നിർത്താം. ഒരു ലഹരി ഉപയോഗിക്കരുത്. മുതിർന്നവരെ അനുസരിക്കണം. ദൈവത്തിന് വേണ്ടി ജീവിക്കണം. ഞാൻ ഈ തന്ന ബൈബിള് എല്ലാ ദിവസവും തുറന്ന് വായിക്കണം.
ഒരധ്യായം വായിക്കണം. മുട്ടുകുത്തിയേ എല്ലാരും കൂടി ഇവന് വേണ്ടി പ്രാർത്ഥിച്ചേ. പ്രിയരെ, അവൻ മനസ്സോട് ഇങ്ങോട്ട് പറഞ്ഞ അവന് രക്ഷപ്പെടണമെന്ന്. ഈ പെറ്റ തള്ളയുടെ കണ്ണുനീര് കാണാൻ പറ്റുന്ന ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ചേ. എന്നോട് ദൈവം ഒരു കാര്യം കൂടെ പറയുക. ഇവൻ മാത്രമല്ല, ഇവന്റെ സഹോദരനും ഇവനേക്കാൾ വലിയ പ്രശ്നകാരിയാ. ഇന്ന് രാവിലെ നമ്മൾ പറഞ്ഞ തൂത്, കർത്താവ് പറഞ്ഞ തൂത് വെളിച്ചമുണ്ടാകുമെന്നാ ദൈവം പറഞ്ഞു. ഈ തിരുവല്ല ഈ വീട്ടിൽ ഇന്ന് രാവിലെ ദൈവത്തിന്റെ വെളിച്ചമുണ്ടാകാൻ പോവാ. ഒരാത്മാവിന്റെ വില ഭൂലോകത്തെക്കാൾ ഏറ്റവും വിലയുള്ളതാ പ്രിയരെ. താതനെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് രക്തം ചെയ്യും. ഇവനെ ഒന്നുമല്ലാതാക്കി കളയാൻ ഇവനെതിരെ വ്യാപരിക്കുന്ന ആധിപത്യങ്ങളെ ചേർന്നുകൊണ്ട് ഈ രാവിലെ യേശുവിന്റെ നാമത്തിൽ ഇവൻ അടിമുടി മാറട്ടെ. കർത്താവേ, വലിയ ദൈവപ്രവർത്തികൾ ഈ കുഞ്ഞിന്റെ മേൽ സംഭവിക്കട്ടെ. യേശുവിന്റെ സാന്നിധ്യം ഇവന്റെ മേൽ വ്യാപരിക്കുന്നതിന് സ്തോത്രം.